ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആൻസറാണ് ചെക്ക് ചെയ്യുന്നത്. മലയാളം മീഡിയത്തിൻ്റെ ആൻസറൊക്കെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബൈ വിച്ച് നെയിം ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ CE 8th century ആൻഡ് 18th century നോൺ ഇൻ ദ ഇന്ത്യൻ ഹിസ്റ്ററി? അതിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ, മിഡീവിയൽ പീരീഡ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് കമ്പാരിസൺ on the geographical peculiarities that helped Delhi and Maratha to become the centers of power. And answer നോക്കാം. Geographical features helped the protection of Delhi and Maratha, and also these features helped the growth of these two places. The Aravalli mountain ranges provided stones for the construction of forts and building. Indo-Gangetic plain provided the fertile soil for agricultural purposes. In Delhi, Aravalli mountain ranges helped to resist the invasion of enemies from nearby places. Same in the case of Maratha. The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated this region from nearby regions and also provided enough water supply. In Delhi, Yamuna river facilitated water transportation and ensured enough water supply. See question നോക്കാം. In the 8th CE, during the reign of which dynasty did Delhi become the center of power? തോമ ഡൈനാസ്റ്റിയിലാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ ബെനിഫിറ്റ്സ് ഓഫ് എവറി ഫാമിലി കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ഫോർ ദെയർ നീഡ്സ്. ഓരോ വീടുകളിലും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നടുന്നതിനുള്ള ഗുണം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലെസ് വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ഫ്രഷ് വെജിറ്റബിൾസ്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാം അല്ലേ. പിന്നെ കണക്ഷൻ ടു നാച്ചർ, പ്രകൃതിയായിട്ട് ഒരു ഇടപഴകൽ. പിന്നെ കോസ്റ്റ് സേവിങ്, ചിലവ് ചുരുക്കാൻ പറ്റും. പിന്നെ പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ എയിം ഓഫ് ദി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ? സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എയിമിൽ വരാത്തത്, ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്, റബ്ബർ കൾട്ടിവേഷൻ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. മുഗൾ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്തത് അക്ബറിൻ്റെ കാലത്തല്ല, ഔറംഗസേബിൻ്റെ കാലത്താണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ടു വിച്ച് കൺട്രീസ് ഔട്ട്സൈഡ് ഇന്ത്യ ഡിഡ് ദ ചോള എംപയർ സ്പ്രെഡ്? അപ്പം ഇന്ത്യക്ക് പുറമെ ചോള രാജ്യങ്ങൾ എവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ശ്രീലങ്ക ഉണ്ട്, മലേഷ്യ ഉണ്ട്, ഇന്തോനേഷ്യൻ ഐലൻഡ് ഉണ്ട്. ഓക്കെ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ഐലൻഡ്. സി ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് കോസ് ദ എക്സ്പാൻഷൻ ഓഫ് ചോള ഡൈനാസ്റ്റി ടു ദ നൈബറിംഗ് കിങ്ഡം. അപ്പോൾ ചോള രാജ്യം മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചതിനെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കാം. അതിൻ്റെ ആൻസർ എഴുതാം. രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള വേർ ദ പ്രൊമിനൻറ്റ് ചോള റൂളേഴ്സ് അല്ലേ. ദേ ഹാഡ് എ പവർഫുൾ നേവി, അവർക്ക് ശക്തമായൊരു നേവി ഉണ്ടായിരുന്നു. ദ പവർഫുൾ നേവി ഓഫ് ദീസ് റൂളേഴ്സ് ഹെൽപ്പ് ദ എക്സ്പാൻഷൻ ഓഫ് ചോള ഡൈനാസ്റ്റി ടു നൈബറിംഗ് കിങ്ഡം ലൈക്ക് ശ്രീലങ്ക, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യൻ ഐലൻഡ്. അപ്പോൾ അവരുടെ നേവി കാരണമാണ് അവർക്ക് അത്രയും രാജ്യങ്ങളൊക്കെ കീഴടക്കാൻ പറ്റിയത് അല്ലേ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി ഒരു ബോക്സ് ഫില്ല് ചെയ്യാനാണ്. ഇവിടെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കി എഴുതാം കേട്ടോ. എക്ക് വരുന്നത് സെക്ടർ വർക്ക്ഷോപ്പാണ് വരുന്നത്. ബി ഓൾറെഡി തന്നിട്ടുണ്ട്. സി വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൺഷിപ്പാണ്. ഡി വരുന്നത് ടൗൺ ആൻഡ് ട്രേഡ്. ഓക്കെ, ഇതാണ് എ വരുന്നത്. അടുത്തത് ബി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സി അഗ്രികൾച്ചർ ആൻഡ് ടൗൺ ആൻഡ് ട്രേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. നെയിം ദ സിസ്റ്റം ദാറ്റ് ഗേവ് ലാൻഡ്
ആസ് വേജസ് ടു ദ ഓഫീസേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ ആൻഡ് സുൽത്താനേറ്റ് പീരീഡ്. അപ്പോൾ മുഗൾ പീരീഡിൽ ജാഗിർദാരി എന്നും സുൽത്താനേറ്റ് പീരീഡിൽ ഇഖ്ത എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ എ റോങ് ആണ്, ബി റോങ് ആണ്, സി കറക്റ്റാണ്, ഡിയും റോങ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു തിങ്ക് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റംസ് ഓഫ് മുഗൾ പീരീഡ് ആർ സ്യൂട്ടബിൾ ഫോർ ദ മോഡേൺ സൊസൈറ്റി? കമൻറ്റ്. അപ്പം മുഗൾ പീരീഡിൽ എന്തൊക്കെയാണ് നിലനിന്നത് നമുക്കറിയാം. സതി ഉണ്ടായിരുന്നു, ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള മുഗൾ പീരീഡിൽ ഈ സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ മോഡേൺ സൊസൈറ്റിക്ക് സ്യൂട്ടബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ എഴുതാം. The social and economic systems of the Mughal period are not suitable for the modern society because during the Mughal era, society was divided into three: rich, middle and poor, and the social status is determined on the basis of caste, occupation and wealth. And some bad customs like sati and child marriage was also there. Today we can't imagine a girl getting married at the age of 10, 13 or 14 before getting a basic education or even puberty. In Mughal period, the lower caste people have to be slave for the upper caste people. So all the practices in the Mughal period was unethical and unacceptable and not suitable for the modern society. അപ്പോൾ പണ്ട് കാലത്തുള്ള സതി അതുപോലെ തന്നെ ശൈശവ വിവാഹമൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ആക്ടിവിറ്റി 6 നോക്കാം. സജസ്റ്റ് എനി 2 സ്കീംസ് ഫോർ ദ ഡിസ്പോസൽ ഫോർ വേസ്റ്റ് അറ്റ് ഹോം. നമുക്ക് ബയോഗ്യാസ് പ്ലാന്റും വെർമി കമ്പോസ്റ്റാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കറിയുന്ന വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ ഓൺ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇവിടെ ഒരു സാമ്പിൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. മറ്റൊന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ബാസ്ക്കറ്റ്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ വരച്ചാൽ മതി. പ്ലാസ്റ്റിക്, പേപ്പർ, ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് 3 ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. അനലൈസ് ദ ഗിവൺ ടേബിൾ ആൻഡ് നോട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം ഒരു സൈഡിൽ ഗുഡ്സും തന്നിട്ടുണ്ട്, അടുത്ത സൈഡിൽ നമുക്ക് സർവീസസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഇവിടെ ഞാൻ 2 കോളം വരച്ചിട്ടുണ്ട്. ഗുഡ്സ്, സർവീസ്. ഗുഡ്സ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. സെയിം തന്നെ സർവീസിലും അല്ലേ, സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. ഇനിയോ ഗുഡ്സ് ടാൻജിബിൾ ആണ്, സർവീസ് വരുമ്പോഴോ ഇൻടാൻജിബിൾ ആണ്. ഗുഡ്സ് വിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സർവീസോ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ, ഇൻവിസിബിൾ ആണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. പോസ്റ്റ് കാർഡ്, പോസ്റ്റ് ബോക്സ്, പോസ്റ്റ് കവർ, പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഇതും ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗുഡ്സും സർവീസും പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, പോസ്റ്റ് ഓഫീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ്സ് വി നീഡ് ഫോർ അവർ ഡെയിലി യൂസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആസ് മച്ച് ആസ് പോസിബിൾ ബൈ അവർ സെൽസ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളോട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതിന് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്നാണ്. നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ അഗ്രി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ കൊടുക്കാം, ഇല്ലെങ്കിൽ അഗ്രി ചെയ്യുന്നില്ല എന്നും പറയാം. അഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ റീസണും കൊടുക്കാം. അതിൻ്റെ ആൻസർ നോക്കാം. അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പോയിൻ്റ് അതിൽ ആഡ് ചെയ്യാം? പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാം അല്ലേ. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒന്നും ആഡ് ചെയ്യില്ല വെജിറ്റബിൾസിൽ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വേസ്റ്റ് കുറയും അല്ലേ. ഇതൊക്കെ നമ്മൾ ഈ
കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പം ലെസ് വേസ്റ്റ്, പിന്നെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടും. പിന്നെ കോസ്റ്റ് സേവിങ് ആണ് അല്ലേ, ചിലവ് നമുക്ക് ചുരുക്കാൻ പറ്റും. ഇനി നമ്മൾ അഗ്രി ചെയ്യുന്നില്ല എന്നാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റി ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഏരിയ ഉണ്ടാവുള്ളൂ അല്ലേ, അപ്പോൾ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, സ്ഥലപരിമിതി ഉണ്ടാവും, വെള്ളം കിട്ടാതെ വരും അല്ലേ, അപ്പം ഇനഫ് വാട്ടർ സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈ പോയിന്റ് ചേർത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 8 നോക്കാം. കുറച്ച് സിമ്പിളായിട്ടാണ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് അക്കോർഡിംഗ് ടു ദ ഫിസിയോഗ്രഫി ഓഫ് കേരള ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ലാൻഡ് ടൈപ്പ് ഓഫ് കേരള ആൻഡ് ലിസ്റ്റ് ദ ക്രോപ്പ്. നമുക്ക് ഏതൊക്കെ ലാൻഡ് ടൈപ്പ് ഉണ്ട്? ഹൈലാൻഡ് ഉണ്ട്, മിഡ് ലാൻഡ് ഉണ്ട്, ലോ ലാൻഡ് ഉണ്ട്. ഹൈലാൻഡിൽ കോഫി, ടീ, ക്ലോസ്, കാർഡമം വരും. മിഡ് ലാൻഡിലാകുമ്പം റബ്ബർ, പ്ലാന്റെയിൻ, യാം, ടാപ്പിയോക്ക. ലോ ലാൻഡിൽ വരുമ്പം റൈസും കോക്കനട്ട് ട്രീയും അല്ലേ. അപ്പോൾ അതും കൂടി എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്.